ഈ പത്രം കീറി പെട്രോൾ ടാങ്കിൽ ഇട്ടിട്ട് മതി പെട്രോൾ ഉണ്ടായിക്കോളും. അത് റിയാലിറ്റിയാണ്. ശരിക്കും യൂട്യൂബിൽ ഇപ്പോഴും ചേട്ടൻ ബൈക്കാണ് അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇൻസ്പയർഡ് ആയതെന്ന് എനിക്ക് തോന്നി. നമ്മൾ കേട്ടിട്ടുണ്ട്, ഓഡിയോ കേട്ടിട്ടുണ്ട്. വർഷാപ്പുകാരൻ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പെട്രോൾ അടിക്കാൻ പോയപ്പോ പെട്രോൾ തീർന്നു പോയി, അപ്പൊ പത്രം ഉണ്ടായിരുന്നു കീറി ടാങ്കിലിട്ടു. ഈ കാര്യം നിങ്ങൾ അത് ചൂണ്ടി തോന്നി. അത് എല്ലാരും കേട്ടിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ എഫക്ട് നിങ്ങൾ ഏത് കാര്യത്തിനും ആ പത്രം ഉപയോഗിക്കാം. ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊമോഷൻ പോലെ ഇല്ല, അല്ല മുന്നത്തെ സിനിമ പ്രൊമോഷൻ പോലെ ഇല്ല സിനിമ പ്രൊമോഷൻ. നമ്മളിപ്പോ ഈ കൂടെ നടക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഈ ഓൺലൈൻ പാപ്പരാത്തികളിൽ മറ്റ് വല്ലാത്ത രീതിയിൽ നമ്മളെ നെഗറ്റീവ് തരുന്ന രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. എടുക്കുന്നത് ശരിയല്ല, ഇടുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല വരണ്ടത് എന്നുള്ള രീതിയിലേക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്താഭിപ്രായം വിഷയവും അല്ല. ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നമ്മളൊരു സംഭവം പറയാം. നമ്മളെ പടത്തിന്റെ റിവ്യൂവിന് പടത്തിന്റെ റെസ്പോൺസിന് ഒരു വീഡിയോ കണ്ടപ്പോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇത് വെറുതെ ഒരു പരിപാടിയില്ല. നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. ഒരു സിനിമ ഒന്ന് സ്വരുക്കൂട്ടി എടുക്കാൻ നോക്കുമ്പോ അറിയാൻ ബുദ്ധിമുട്ട് ഇതല്ലോ. ആ കഴിഞ്ഞ് ഇത് ഇറങ്ങിയിട്ട് ആൾക്കാർ നല്ലതും പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ നോക്കുമ്പോ ഒരു നെഗറ്റീവ് ഹെഡിങ്ങിൽ ഒരു വീഡിയോ ആണ്. അയ്യോ അപ്പൊ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതിന്റെ അകത്ത് എല്ലാരും പോസിറ്റീവ് പറയണം. ഈ വീഡിയോ എടുത്ത ആൾ തന്നെ പോസിറ്റീവ് പറയണം. പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളർത്തി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ദൈവമേ നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിലും ഈ വീഡിയോ എല്ലാരും അപ്പൊ ഇതെങ്ങനെയൊക്കെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളുണ്ട് നമ്മളിൽ. അത് നമ്മുടെ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇല്ല, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഞാനിന്ന് കണ്ട വേറെ വീഡിയോസ് കണ്ടോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഇത് സിനിമയോ സീരിയലോ ഇതിന് ബേസിക്കലി നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി. ബ്രോ അങ്ങോട്ടല്ലോ ബ്രോ, നമ്മളെ ഫാമിലി കൊണ്ടുള്ള ഇവരെടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ പുറത്ത് അറിയാം നമ്മളുടെ വീട്ടിലേക്കാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടമാവോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചാൽ. കുറച്ച് പേര് മാത്രം ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു മേഖലയിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് പേര് ചെയ്യുന്നത് ആ ഒരു മേഖല തന്നെ ബാധിക്കുന്നവർ തോന്നുന്നു. അല്ല, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വ്യക്തിപരമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നോ രണ്ടോ പേര് പറഞ്ഞത് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അത് ഞങ്ങളോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അതല്ല, ഞങ്ങളുടെ വ്യക്തിപരമാണ്. അതും വ്യക്തിപരമാണ്. നിങ്ങൾ ചോദിച്ചത് വ്യക്തിപരമാണ്. എല്ലാം വ്യക്തിപരമാണ് ആക്ച്വലി. എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ പത്രത്തിന്റെ കേസ് പറഞ്ഞില്ലേ? അപ്പം ആ പത്രത്തിന്റെ കേസും അതും നെഗറ്റീവ് പോസിറ്റീവ് എക്സോറായി. പക്ഷെ ഈ നമുക്കൊരു അതിന്റെ ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സഭയുടെ യാതൊരുവിധ അംഗീകാരം ഇല്ലാതെയാണ് അങ്ങനെ ഒരു സംഭവം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ക്ലൈമാക്സ് പോയി